എത്ര മണിയായിരുന്നു? ഓ 1:57. 1:57. ഇന്ന് 4th മാർച്ച്. നമ്മൾ ഡൽഹിയിലായിരുന്നു. ഇവന്റെ ഡ്രാമയൊക്കെ பார்த்தപ്പോൾ സുബ്രഹ്മണ്യം എന്ന് പറയുന്നതിനും ഇതൊക്കെ തെളിവിരിക്കുകയാണ്. എന്റെ വീടാണ്. ഇവിടെ ഒന്നും ഒരു പട്ടീനെ കണ്ടത്, ഇവിടെ അവന് ഒരു വീടിനും വിടുകയില്ല. സുബ്രഹ്മണ്യം ഏതോ വീടിന് അഭിനയിക്കാൻ പറ്റാത്ത വലിയ ഒരു വേറെ പണിയൊന്നും ഇല്ല. മാസ്ക് തയ്യാറായി ഇതിൽ പോയി ആളുകൾ പോകുന്നത് അഭിനയിക്കുന്നത് ഏത് എക്സ്റ്റെന്റ് വരെയുള്ള തെളിവിൽ നടക്കും. നമ്മളൊന്നും പറയരുത്. ഇവൻ ആരെന്ന് അറിയത്തില്ല. ഏതോ ഒരു പണിയായിരുന്നോ വന്ന് കയറിയതാ. ഇവന് പോകാനും നിൽക്കാനും ഒരു ഇടവുമില്ല. എന്റെ വെങ്കലേക്ക് കൂടെ ഇവിടെ കൂടിയതായിരുന്നു. പണ്ട് മാളേക്കര ഒരു കവലൻ, മാളേക്കര അനിരുദ്ധൻ, പിന്നെ പ്രഭാകരനോ മാളേക്ക പ്രഭാകരൻ, നിങ്ങൾ പ്രഭാകരന്റെ പേര് പറഞ്ഞേക്കോ. മാളേക്ക പ്രഭാകരൻ ഞങ്ങളെ മൂക്കി ചെയ്തു. എന്നെയും അമ്മയും മൂക്കി ചെയ്തോ. മാളേക്ക പ്രഭാകരനെ വിളിക്കട്ടെ കാരണം നമുക്കറിയില്ല മാളേക്ക പ്രഭാകരൻ എന്തോ ചെയ്യാനാണ്. പിന്നെ കഴിഞ്ഞാല് ഒരു ശശി ഉണ്ടായിരുന്നു, മരിച്ചുപോയി. പങ്കജാക്ഷ് എന്ന് പറയുന്ന ഒരു മാനുണ്ടായിരുന്നു. ഇവരെല്ലാം ഇവരുടെ കൂടെ ഇതാക്കിയത്. പിന്നെ ഒരു കാർത്തൻ സാറും മറ്റേത് പിന്നെ ചേട്ടത്തിയുടെ ഭർത്താവിനോട് ജീവിക്കാൻ വേണ്ടി ചേട്ടത്തിയുടെ കൊച്ചിനെ ഇവിടെ നിർത്തി നോക്കുമായിരുന്നത്. അങ്ങനെ പിന്നെ ഒരു കല്യാണം കഴിച്ചൊരു ചിന്നപ്പൂജാന്ന് അന്നേരെ പോയി ഇവിടെ കളഞ്ഞിട്ട് ഒരാഴ്ച കൂടി നിന്നിട്ടാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ ഭയങ്കര നമ്മുടെ അനാവശ്യങ്ങളെല്ലാം പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കൊണ്ടുവന്നൊരു കടയിൽ നിന്ന് ഒരു ചെറുക്കനെ കൊണ്ടുവന്നിട്ട് ഞാൻ ചെറുക്കനായിട്ട് എന്തൊക്കെയോ ഇടപാടൊക്കെ നടത്തിയത് കാരണം ആ ചെറുക്കനെ തനിച്ചാൽ ഇവിടെ തനിച്ചാൽ ഇവിടെ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ നടക്കുകയാണ്. ഇനി ഇവരുടെ മോൾ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. 10 എട്ടുന്നതിനെ പൊറുക്കിയതാണ്, ഇതിന്റെ മലപ്പുറത്ത് കൊണ്ടുവിട്ടതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. എന്നിട്ടാണ് നമ്മളെ പറയുന്നത്. നമ്മൾ മംഗലാപുരത്ത് കോളേജ് പഠിച്ചാൽ ടോപ്പ് കോളേജിൽ ഒന്ന് തിരക്കിയാൽ മതി. ഇത് മയക്കുമരുന്ന് നിങ്ങൾ പറയുന്നതാണ് ഞാൻ മയക്കുമരുന്ന് നിങ്ങൾ പോയി ടോപ്പ് കോളേജ് തിരക്കി അത് പറഞ്ഞുതരും. മയക്കുമരുന്നോ കള്ളൊക്കെ അടിച്ചിട്ടുള്ളത് ധർമ്മസ്ഥല മഞ്ചേശ്വര ലോ കോളേജ് അവിടെ നിന്ന് നല്ലപോലെ തിരക്കിയാൽ മതി. അപ്പൊ അവർക്ക് എന്നെ അറിയാം. സാറുമാർക്ക് എന്താ അറിയുന്നത് ചോദിച്ചാൽ അവർ പറയും മയക്കുമരുന്നോ കഞ്ചാവൊക്കെ അടിച്ചിട്ടുണ്ടോ. പിന്നെ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ എല്ലാ മയക്കുമരുന്നും കഞ്ചാവോ. അപ്പം ഈ കുറെ ആൾക്കാരുണ്ട് മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും കടകളുണ്ടാക്കി എന്തൊക്കെ ഇൻഷുറൻസ് ഒക്കെ തട്ടി നടക്കുന്നത്. ഈ രാജമി എന്ന് പറയുന്നത് ഇതുപോലെ കുറെ മയക്കുമരുന്നിന്റെ കടകൾ പലരെയും പറഞ്ഞു വിടുന്ന ഇവരുടെ ഭർത്താവിന്റെ ഒരു അനിയനുണ്ട്. 2ാം കല്യാണം കഴിച്ച ഭർത്താവ് പുള്ളിക്ക് അനിയന്റെ മോനൊരു ഒരു ഈന്ദ്രൻ എന്ന് പറയുന്ന മോൻ എന്താണ് ചിപ്പുരാൻ അവരും കഴിച്ചില്ല. അവൻ ഇതുപോലെ കഞ്ചാവ് തെറ്റലിനും ഒക്കെയാണ് ഇവർ പറഞ്ഞു നടന്നത്. ഇങ്ങനെ പലരെക്കുറിച്ച് ഒരു പല കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് ഒരീന്ദ്രൻ അങ്ങേരുടെ പേര്. അങ്ങേര് എന്താണ് 2 പെണ്ണുങ്ങളുടെ വിനോദിനി എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട പെണ്ണുണ്ടായിരുന്നു. അവർ വിളിക്കാൻ പറ്റിന്റെ കൂടെ വേറൊരു പെണ്ണുണ്ടായിരുന്നു. അവരുടെ കൂടെ അവിടെ കൂടെയൊക്കെ ആവുന്നു. അങ്ങനെ പല പല കഥകൾ ഇതിലുണ്ട്. ഇങ്ങനെ കഥകളുണ്ടാക്കി നടത്തുകൊണ്ട് ഇവരെ ഈ രാജമി എന്ന് പറയുന്നത്. ഇപ്പൊ പറയുന്നത് രാജമിക്ക് 1.5 വർഷം ഇവരെ ചെലവിൽ കൊടുക്കുന്നു. സുബ്രഹ്മണ്യം ഈ ചെലവിൽ കൊടുത്ത കഥകളൊക്കെ വിദേശിലാണ് പറയുന്നത്. രാജമന് എവിടാണെന്ന് ഞാൻ കഴിക്കുന്നു. നീ നേരിട്ടാണ് എവിടാണെന്ന് നീ ചെന്നാൽ മതിയല്ലോ. നീ അവിടെ ചെന്ന് അവളോട് നീ കൊടുത്ത ചെലവിന്റെ കാശൊക്കെ വാങ്ങിച്ചത്. ഇതൊക്കെ അച്ഛൻ ഉണ്ടാക്കിയ ഇല്ല. അല്ലാതെ രാജമയ്ക്ക് ഇതുവരെ നേരിട്ടില്ല. മനസ്സിലായി. ഇതൊക്കെ അച്ഛൻ സഹദേവന്റെയാണ്. സഹദേവൻ ഉണ്ടാക്കിയതാണ്. രാജമയുടെ ആയില്ല സഹദേവൻ. ഇവിടെ 2-3 കെട്ടി വേറെ പൊടിയെന്ന് പറയുന്ന തങ്കപ്പൻ എന്ന് പറയുന്ന അല്ലൂക്കാലയിലെ തങ്കപ്പനെ ഇനി വല്ല ആദിത്യ മക്കാരുടെ പേരെന്ന് പറയുന്നത് പേര് പറയുന്ന കൊച്ചൊക്കെ വേറെ പറയുന്ന ഇക്കരക്കാരൻ കൊച്ചക്കാരെ 10 മാസം നടക്കാൻ വലിയ നടക്കുന്ന ഇത് മഹാവല്ലാത്ത കളി വരുന്നത്. എവിടെയോ പിള്ളേരുടെ 3 പേർക്ക് പോയി കളി. അപ്പം അടുത്ത് അത്ര കളിയത് 3 വല്ലാതെ കാത്തിരിക്കുകയും കാര്യം ഇല്ലാതെ ഫോൺ മറ്റേ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ഇതിലോട്ട് ഇത് പോകണം. സുബ്രഹ്മണ്യം പോയി ഈ വലിയ ചെറിയമാരുടെ എന്റെ പ്രയത്നം എന്നാ പറയുന്നത്. ഇവന്റെ പ്രയത്നം നിങ്ങളെ ചെറിയ കൊടുക്കാൻ രാജനയ്ക്ക് ചിലവ് കൊടുക്കാൻ
അതിനൊക്കെ ഇതൊക്കെ ചെയ്ത് പറ്റി പറിക്കുമായിരുന്നു ഒരാൾക്ക് കാശ് കിട്ടി കൊടുക്കുന്നത് കണ്ടവരെയൊക്കെ പറ്റി പറിച്ചൊക്കെ ഉണ്ടാക്കിയാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. ഇതിന് കുറെ പേര് കാശ് കൊടുത്ത് വലിയ മഹാറാണി അമ്മ മഹാറാണി എന്നുള്ളതായിരുന്നു വാഴോണ്ടിരിക്കുക പലർക്കും പലരുടെയും ഇവിടെ ഇങ്ങനെ കാശ് കൊടുക്കുന്നു പറഞ്ഞവിടെ എല്ലാം മാസങ്ങൾ കൂടി വളരെ പേരുകളുടെ ഇപ്പോൾ ഇവിടെ ചുറ്റിപ്പറ്റി ഒത്തിരി എണ്ണം ജീവൻ പോയിട്ടുണ്ട് ഇവിടെ ചുറ്റിപ്പറ്റി ഒത്തിരി നിങ്ങൾ അന്വേഷിച്ചാൽ മതി ഇവിടെ ഒത്തിരി ഈ കടകൾ മറ്റേ കടകൾ മറിച്ച കടകൾ ഇവിടെ തുമ്പോ രക്ഷപ്പെടുന്നുണ്ടോ ഇവിടെ ഇവിടെ വീട്ടിലുള്ള പലരും ഇവിടെ വീട്ടിൽ താമസിച്ചത് വെറും 10-25 വയസ്സായപ്പോഴേ അവിടെ അങ്ങനെ പലരും വീട്ടിൽ കടലിൽ അതുപോലെ